കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പതിവില്ലാത്ത ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പഞ്ചായത്ത് തല സമ്മേളനങ്ങളിലടക്കം പങ്കെടുത്ത് കൃത്യമായി തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നം നടത്തുന്നു. മുഖ്യമന്ത്രി നേരിട്ടു തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിലെ എല്ലാ സാഹചര്യങ്ങളെയും അപ്രസക്തമാക്കുന്ന ചിലത് സംഭവിക്കാനിടയുണ്ട് എന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതും UDF ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി അവിടെ ജയിച്ചു കയറാനാകും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. പുറത്തു വരുന്ന രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെയും ആ നിലയ്ക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അൻവറിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ ചെറിയ കുറവ് വരുത്തും എങ്കിലും അവിടെ വിജയിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന UDFൻ്റെ മുന്നിലേക്കാണ് പിണറായി വിജയൻ നേരിട്ടെത്തുന്നത്. പിണറായി അവിടെ ക്യാമ്പ് ചെയ്ത് പഞ്ചായത്ത് തല യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രി വരുന്നു, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു, പോകുന്നു, പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ എത്തുന്നു. അതൊന്നുമല്ല പ്രശ്നം. ഇന്ന് കേരളം കണ്ട ഏറ്റവും മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരൻ നിലമ്പൂർ പോലെ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ UDFന് ചെറുതായി ഭയക്കാനുണ്ട് എന്ന് UDF നേതാക്കന്മാർക്കറിയാം. നിലമ്പൂർ ഈ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി തന്നെ നിലനിൽക്കുന്ന ഒരിടമാണ്. അവിടെ ആ സാമുദായിക ഘടകങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ കഴിവുള്ള പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുമ്പോൾ അതിനകത്ത് ഭയക്കാനുണ്ട് എന്ന് UDF ക്യാമ്പ് കരുതിക്കൊള്ളുക. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള അവലോകനങ്ങളിലൊക്കെയും UDFന് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ ഈ വരവ്, അദ്ദേഹം 2-3 ദിവസമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി നടക്കുന്ന തുടർ ചർച്ചകൾ, പ്രതികരണങ്ങൾ, അതൊക്കെ നൽകുന്ന സൂചന ഒരു പക്ഷേ UDF ക്യാമ്പ് വലിയ തോതിൽ വിശ്വസിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വിള്ളലുണ്ടായാൽ അത് M സ്വരാജിന് ഗുണകരമാകും എന്ന് പറയാതിരിക്കാനാകുന്നില്ല. പക്ഷെ അപ്പോഴും ഈ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ LDFനും UDFനും ഒരുപോലെ വെല്ലുവിളിയായി നിൽക്കുന്നു. അദ്ദേഹം ഈ അവസാന റൗണ്ടുകളിൽ നടത്തുന്ന ഒരു കുതിച്ചുചാട്ടം, ഇപ്പോൾ യൂസഫ് പത്താനെ പോലെയുള്ള ആളിനെയൊക്കെ കൊണ്ടുവന്നൊന്ന് കാടിളക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, പിന്നെ അൻവറിനെ കഴിഞ്ഞ 9 വർഷക്കാലമായി അടുത്തറിയാവുന്നുള്ള നിലമ്പൂരുകാർ, അവരുടെ മനസ്സ് ഏതു തരത്തിൽ ചിന്തിക്കും എന്നുള്ള ചോദ്യം, അതൊക്കെ ഒരിടത്ത് നിൽക്കുന്നു. UDF സേഫാണ് എന്ന് കരുതുന്ന ഇടത്തു നിന്ന് പിണറായി വിജയൻ്റെ ഈ ആത്മവിശ്വാസം, സാധാരണഗതിയിൽ തോൽക്കാനിടയുള്ള ഇടങ്ങളിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒന്ന് പ്രചരണമൊക്കെ നടത്തി അങ്ങ് പോവുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ഈ സാന്നിധ്യം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരിടം, M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഞങ്ങൾ ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്ന് സന്ദേശം നൽകിയ ഇടം, അവിടെ UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴും അതങ്ങനെയല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ്റെ പ്രവർത്തനം. അവിടെയാണ് നാം നിലമ്പൂരിൽ എന്തോ ഉള്ളിൽ നമ്മൾ കാണാത്തതുപോലെയുള്ള ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്നത്. ആ മാറ്റം എന്താണ് എന്നറിയണമെങ്കിൽ ഇനി കൗണ്ടിങ് കഴിഞ്ഞാലേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു ഉള്ളൊഴുക്കാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സംഭവിക്കാറുള്ളത് പോലെയുള്ള ഒരു ഉള്ളൊഴുക്ക്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഈ അടിയിൽ കൂടിയുള്ള ഒരു കാറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറില്ല. അത് പ്രകടമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പുകളാകുമ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉള്ള ഒരിടത്ത് ആളുകളുടെ വികാരം എന്ത് എന്നൊക്കെ നമുക്ക് നേരെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ കരുതിയിരുന്ന ഇടത്ത് നിന്ന് പിണറായി വിജയൻ്റെ ഈ വലിയ ആത്മവിശ്വാസം നൽകുന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ
അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളിൽ ഗണ്യമായ മാറ്റം വരുത്താൻ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായ രാഷ്ട്രീയക്കാരനായ പിണറായി വിജയനിലൂടെ സാധിക്കും എന്നതു തന്നെയാണ്. അത് ഏതു തരത്തിലായിരിക്കും സ്വരാജിന് അനുകൂലമായ വികാരമായി മാറുന്നത് എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ സാന്നിധ്യം, അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചു പോകുന്നു എന്നതിനപ്പുറം, അവിടെ ആളുകളെ കൂട്ടുന്നു എന്നതിനപ്പുറം, അദ്ദേഹം അവിടെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നതു തന്നെയാണ് UDF സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കേണ്ടുന്ന ഒരു ഘടകം. ഉറപ്പായും ജയിക്കും എന്ന് കരുതുന്ന ഇടത്തു നിന്ന് എന്തൊക്കെയോ അവിടെ ഉള്ളുകളികൾ നടക്കുന്നുണ്ടല്ലോ എന്ന ശങ്കയിലേക്ക് UDF കേന്ദ്രങ്ങൾ എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. 9 വർഷം മുൻപ് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഇപ്പോ എങ്ങനെ മാറി? ഇത് നമ്മുടെ നാടിന്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇതിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളിൽ നമ്മുടെ നാട് തകർന്നടിഞ്ഞു പോകുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു. അത്തരം ഘട്ടത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കേണ്ടത്. നമുക്ക് ആ സഹായം നിർഭാഗ്യവശാൽ ലഭിച്ചില്ല. ഇന്ത്യയിലെ ദുരന്തം നടന്ന് വലിയ ദുരന്തം നേരിട്ട് ഒരു സഹായവും ലഭിക്കാത്ത ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. മറ്റെല്ലാവർക്കും സഹായം ലഭിച്ചിട്ടുണ്ട്. വാർത്തകളിലൂടെ നാമും മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ നമ്മുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി കേരളത്തെ സഹായിക്കാൻ ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇതും കേരളത്തിനുണ്ടായ ദുരനുഭവമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായ ദുരന്തം, ആ ദുരന്തം രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള സഹായം സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തയാളാണ് അന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സമാനമായ ദുരന്തം കൂടുതൽ ശക്തമായി നേരിടേണ്ടി വന്ന കേരളത്തിന് സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് എടുത്തത്.